സൃഷ്ടിസ്ഥിതിലയകാരണൻ മോക്ഷതൻ നിത്യൻ പരൻ പരമാത്മസ്വരൂപൻ സത്യസ്വരൂപൻ സംഘർഷണോച്യുതൻ ചക്രഗദാധരൻ ത്രൈലോക്യ നായകൻ. ലോകം മുഴുവൻ തോയം നിറഞ്ഞപ്പോൾ ജീവജാലങ്ങൾ നിറഞ്ഞ തോണിയെ മീനമായി ഉദ്ഭവം ചെയ്ത് ശൃംഗത്താൽ മേലോട്ടു പൊക്കിയ ദേവൻ പരാപരൻ. ഗർവിതനായ അന്ധത പൂണ്ടിട്ട് ഉർവിയെ മോഷ്ടിച്ചങ്ങാഴിയിൽ വെച്ച ദൈതേയനെ വെന്നവനിയെ വേണ്ട ദേവേന്ദ്ര സോദരനാണവൻ നിർണയം. പ്രഹ്ലാദൻ എന്ന കിശോരത്തെ രക്ഷിക്കാൻ ഉഗ്രവേഷത്തിൽ നരസിംഹരൂപിയായി ദൈത്യ നൃപേന്ദ്രൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹം ചെയ്ത ദേവൻ നാരായണൻ. പ്രഹ്ലാദ പൗത്രൻ ദൈത്യൻ ബലിയുടെ ഗർവ് ശമിപ്പിച്ചങ്ങുള്ളം പൂതമാക്കാൻ ഉർവിതൻ കീഴേ പാതാളം തന്നിലെത്തിച്ച ദേവൻ നാരായണൻ. ദുഷ്ട നൃപന്മാർക്ക് അന്ത്യം വരുത്തുവാൻ വൃക്ഷഭേദിയാൽ വെട്ടി നുറുക്കി ഭൂവിൽ വട്ടം ചുറ്റിയ ജമദഗ്നിതനയൻ വിശ്വമൂർത്തിയായ നാരായണൻ പരൻ. ദുഷ്ടരാം ദൈത്യരെ കൊന്നൊടുക്കാനായി പൃഥ്വിയിൽ ജന്മമെടുത്തു നാരായണൻ പൃഥ്വീസുതയുടെ ഭർത്താവായി രാമനായി ഈ പൃഥ്വിയിൽ വന്നു വസിക്കുന്നു സാമ്പ്രതം. തൃപ്പാദം തന്നിൽ ശരണം കാക്ഷിച്ച് ഭക്തിയോടെ ഭജിക്കും മനുഷ്യർക്ക് ഭുക്തിയും മുക്തിയുമേകിടും നിർണയം ഭക്തപ്രിയനായ ദശരഥ നന്ദനൻ. താടക എന്ന നിശാചര സ്ത്രീയെ ഏകമായ ആശുകം കൊണ്ടു ഹനിച്ചവൻ പാരികാംക്ഷിയായ കൗശികൻ തന്റെ യാഗരക്ഷ ചെയ്ത ദേവനത്രേ രാമൻ. പർണശാലാങ്കളെ കല്ലായി കിടന്ന ഹല്യയ്ക്ക് ജീവനമേകിയ ദേവൻ സർവദത്തമായ വില്ലൊടിച്ചിട്ട് ഉർവീസുതയെ നേടിയ വീരൻ. ക്ഷത്രിയരജരെ കൊന്നു മുടിച്ച ക്ഷത്രിയ വൈരിയെ ഭക്തിയാൽ വെന്നവൻ ദുർവാസ മുനിയുടെ ശാപാഗ്നിയിൽ നിന്നും വിദ്യാധരന് മോക്ഷം കൊടുത്തവൻ. ക്ഷത്രിയരജരെ കൊന്നുമുടിച്ച ക്ഷത്രിയ വൈരിയെ ഭക്തിയാൽ വെന്നവൻ ദുർവാസ മുനിയുടെ ശാപാഗ്നിയിൽ നിന്നും വിദ്യാധരന് മോക്ഷം കൊടുത്തവൻ. തൻ സഹജൻ സുഗ്രീവന്റെ പത്നിയെ വേട്ട പതിതനാം പ്ലവരാജൻ ബാലിയെ കൊന്നവൻ ഖരദൂഷണന്മാരെ നിഹനിച്ച് സത്വരം ഹരിപദം തന്നിലേക്ക് എത്തിച്ച രാമൻ. ലങ്കാപുരിയെ ചുട്ടു നശിപ്പിച്ച കിങ്കരൻ ഹനുമാനെ കണ്ടില്ലയോ നീ? അങ്കനയെ ക്ഷിപ്രം തിരികെ ഏൽപ്പിച്ച് സമ്മതത്തോടെ വസിക്ക നൃപേന്ദ്ര. ഇഷ്ടമുര ചെയ്യും ബന്ധുക്കളിൽ ചിലർ പറ്റലരാണെന്നറിയണം നാം. ദുഷ്ടമതികൾ തന്നോക്തി കേട്ട് വൃഥാ തുഷ്ടി കളഞ്ഞു വസിക്കരുത് നാം. കൃത്തിവാസസ്സും പരമേഷ്ടിയുമെല്ലാം നിത്യം ധ്യാനിക്കുന്നു ശ്രീരാമചന്ദ്രനെ. പൃഥ്വീസുതയായ സീതയെയും മുതാ ലക്ഷ്മിയായി ചിന്തിച്ചു ധ്യാനിപ്പൂ സർവരും. രാവണ വിഭീഷണ സംവാദം തുടർച്ച. ഇത്തം കനിഷ്ഠന്റെ വാക്കുകൾ കേട്ടങ്ങുൽഭാടം ക്രൂരത പൂണ്ട രാവണൻ വെക്കം അവനോടു ചൊല്ലി ഇതുവിധം. നീയൻ ഹസ്തത്താൽ അത്യയം പ്രാപിക്കും നിർണയം. മിത്രഭാവേ അരികിലിരിക്കുന്ന ശത്രു തന്നെയാണ് നീ എന്ന് നിർണയം. ഉത്തമന്മാരായ നക്തഞ്ചരർക്കൊന്നും നിൻ വിപ്രലാപം ദഹിക്കില്ലൊരിക്കലും. ഒക്കെ വിധിമതമെന്ന് ചിന്തിച്ച് രാമൻ തൻ തൃക്കാൽക്കൽ വീഴുവാനായി വിഭീഷണൻ തൻ വിത്തവും ഗേഹവും ഒക്കെ ഉപേക്ഷിച്ച് വെക്കം പുറപ്പെട്ടു രാമസവിധേ. വിഭീഷണൻ രാമസന്നിധിയിൽ. തൻ പ്രിയരായ സജീവരുമൊത്തങ്ങമ്പരമാർഗേ ഗമിച്ച വിഭീഷണൻ അവനീസുതാപതിയായ രാമന്റെ സവിധത്തിൽ ചെന്ന് ശരണം പ്രാപിച്ചു.
ദേവദേവേശ ലോകമഹാപ്രഭോ, എനിക്കാലംബം വേറെങ്ങുമില്ലെന്നറിഞ്ഞാലും ഛാതനായ ഞാൻ അവിടുത്തെ പാദത്തിൽ ത്രാണനം കാക്ഷിച്ചു വന്നിച്ചു നിൽക്കുന്നു. കല്യയാം ദേവിയെ തിരികെ കൊടുക്കെന്ന് നല്ലതു ചൊല്ലിയ നേരം രാവണൻ വല്ലാതെ ക്രുദ്ധിച്ചങ്ങ് ആഗ്നേയാസ്ത്രം പോലെ വന്നെന്റെ ചാരേയുയിരെടുക്കാനായി. ഇങ്ങനെ പല കാര്യങ്ങൾ ചൊല്ലി വിലപിച്ച പുണ്യജനനാകും വിഭീഷണനെ കണ്ട് പത്മാക്ഷപുത്രനാം സുഗ്രീവൻ രാമനോടിത്തം പറഞ്ഞു വേപതു പൂണ്ട്. കേൾക്ക മമ സഖേ, യാതുധാനന്മാരെ മാറ്റാന്മാരായി കരുതുക സന്തതം. മായാവിശാരദന്മാരായവരേവരും മായാഭ്രമത്തിലാഴ്ത്തുന്നു നമ്മളെ. അർക്കതനയന്റെ വാക്കു ശ്രവിച്ച് അഞ്ജനാതനയനഞ്ജസാ തന്നെ തന്നെഞ്ചകം തന്നിൽ തോന്നിയ കാര്യങ്ങൾ ചാഞ്ചല്യമെന്നേ ചൊല്ലിയറിയിച്ചു. രാത്രീഞ്ചരന്മാരാണെന്ന് ചിന്തിച്ച് മാറ്റാന്മാരായി കരുതേണ്ടതില്ല നാം. ജാതി തൻ പേരിൽ വിമർശനം ചെയ്യാതെ ശീലഗുണത്തെ വിചിന്തനം ചെയ്യണം. ആശ്രയം തേടി വരുന്നവർക്കെന്നും ആശ്രയം തൽക്ഷണമേകും ബുധജനം ആശ്രയമേകുകയെന്ന ധർമ്മം മനുജനാദ്യന്ത ശാശ്വത കീർത്തിയേകിടും.